ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു വടി എടുത്തിട്ടാണ് അടിക്കുന്നത്. ഒരു പോത്തിനെ അവിടെ കൊണ്ടുപോയി കെട്ടിയിടുക, എന്നിട്ട് അടിക്കണതോ പോത്തിനെയാണെന്ന് പറയുക, അടി കൊള്ളുന്നത് ചാത്തനും. മനസ്സിലാക്കണം, ജമാഅത്തെ ഇസ്ലാമി ഇത് പോത്ത, അടി കൊള്ളുന്ന മുഴുവൻ മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ്. ഈ വെള്ളാപ്പള്ളി ഈ പറഞ്ഞ ഇവന്മാർ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടിയോ? എന്തൊക്കെ പച്ചക്ക് ഈ മുസ്ലിം സമുദായത്തെക്കുറിച്ച് പറയുന്നു, മലപ്പുറം ജില്ലയെക്കുറിച്ച് പറയുന്നു, ഇല്ലേ? സഫക്കേറ്റിംഗ് മൂഡ്, വീർപ്പ് മുട്ടുന്ന അവസ്ഥയാണ് മുസ്ലിങ്ങളല്ലാത്തവർക്ക്, മലപ്പുറം ജില്ലയിലെ ഈഴവർക്ക്. ഏതോ ഒരു രാഷ്ട്രത്തിലെ പോലെ തോന്നുന്നു. റമദാൻ കാലത്ത് ഒരു തുള്ളി വെള്ളം, കുടിവെള്ളം പോലും ഇവിടെ കിട്ടില്ല. ഇതിനൊക്കെ ഇവർക്ക് വല്ല മറുപടി ഉണ്ടോ? മുണ്ടുണ്ടോ? പിന്നെന്താ പറഞ്ഞ, മുസ്ലിങ്ങളുടെ നേർച്ചകൾ പോലുള്ള ഉത്സവങ്ങളിൽ ഒരു ചെറിയ കട നടത്താനുള്ള അവകാശം പോലും മുസ്ലിങ്ങളല്ലാത്തവർക്ക് കിട്ടുന്നില്ല. വെള്ളപ്പള്ളി ചോദിക്കാൻ, ഈ നേർച്ച ഉത്സവമൊക്കെ നടത്തുന്നതൊക്കെ നിങ്ങൾ തന്നെയല്ലേ? ഒരു മറുപടി നിങ്ങൾ പറഞ്ഞോ? ഈ സമ്മേളനം നടത്തുന്നിടത്ത് നേർച്ച, അപ്പം തിരൂരായി സംസാരിക്കണത്, ഈ തിരൂർ നേർച്ച അവിടെ നടക്കില്ലേ? മുസ്ലിങ്ങളിനകത്ത് എത്ര കച്ചവടക്കാർ ഈ ജിലേബിയും ലഡുവൊക്കെ ആയിട്ട് അവിടെ വരുന്നുണ്ട്, ഇല്ലേ? കൊടുത്തോ നിങ്ങൾ മറുപടി? വെള്ളപ്പള്ളി പാണക്കാട്ടേക്ക് എന്താണ്, പാണക്കാട് തങ്ങന്മാരെ പുലഭ്യം പറയാൻ നടക്കുന്നല്ലാതെ ഈ വെള്ളാപ്പള്ളി എന്ന ഈ കൊടും വർഗീയവാദിക്ക് ഈ ഉമ്മർ മൊയിലേരെ തൊള്ളേന്ന് എന്ത് വന്നോ? വായിന്ന് മിണ്ടുന്നുണ്ടോ? പിന്നെന്തൊക്കെ പറഞ്ഞു കൂട്ടിയാള്? ഇതൊന്നും ഇവർക്ക് മുണ്ടാട്ടില്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഇങ്ങനെ പറയിപ്പിക്കുക, സ്കൂൾ വന്നില്ല. മലപ്പുറം ജില്ലയിലും വയനാട് ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ഒരു സ്ഥാപനം പോലും, ഒരു ചെറിയ, ഇങ്ങനെ പറഞ്ഞ ചെറിയൊരു കൊച്ചു സ്കൂൾ പോലും തന്നില്ല. ഞാൻ മുഴുവൻ കണക്കുകൾ നിരത്തി ചാനലിൽ പോയി പറഞ്ഞു കൊടുത്തു. എണ്ണം മാധ്യമ പ്രവർത്തകരോട് ഞാൻ പറഞ്ഞു, വെള്ളാപ്പള്ളി ഇത് പറയുമ്പോൾ കേട്ടുപോരലല്ല, തിരിച്ചങ്ങോട്ട് ചോദിക്കണ്ടേ? നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരായത് ജേർണലിസം പഠിച്ചിട്ടില്ലേ? എന്താ ജേർണലിസം കോഴ്സ്? അതിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രമൊക്കെ ഉണ്ട്. തിരിച്ച് ചോദിക്കേണ്ട എത്ര സ്ഥാപനങ്ങളുണ്ട് ഇവിടെ? എണ്ണി നമുക്ക് പറഞ്ഞൂടെ? പെരിന്തൽമണ്ണ തന്നെ കിടക്കുക, മുസ്ലിം ലീഗ് ഭരിക്കുന്ന കാലത്ത് കൊടുത്തതാ. ശതാബ്ദി കോളേജ് SNDPക്ക് ആരെങ്കിലും പറഞ്ഞോ? ഇപ്പൊ 10 കൊല്ലമായല്ലോ പിണറായി അല്ലേ ഭരിക്കണേ, എന്തെങ്കിലും കിട്ടിയോ നമുക്ക്? കാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിക്കുക, സജി ചെറിയാനെ കൊണ്ട് പറയിപ്പിക്കുക. സജി ചെറിയാൻ പറഞ്ഞ മലപ്പുറത്തും കാസർഗോഡും ജയിച്ച ആൾക്കാരുടെ പേര് നോക്കിയാൽ മതി. ഞാൻ ചോദിച്ചല്ലോ, കോട്ടയത്ത് ജയിച്ചവരെ പേര് പറയണ്ട, തോറ്റവന്റെ പേര് പറഞ്ഞാൽ അതിൽ മുസ്ലിം കൊടുമെന്ന് ചോദിച്ചേൻ. തോറ്റവന്റെ പേരിൽ മുസ്ലിം ഇല്ല കോട്ടയത്ത്. ഇയാളെ സമുദായം തിങ്ങി താമസിക്കുന്ന പാല മുനിസിപ്പാലിറ്റിയിൽ ഒരു മുസ്ലിം ഉണ്ടോ? ഇയാളെ നാടായ ചെങ്ങന്നൂർ അവിടെ ഉണ്ടോ? പത്തനംതിട്ടയിലുണ്ടോ? അതൊന്നും പറയാത്തത് പറഞ്ഞാൽ പറയണെന്താ? വെള്ളാപ്പള്ളി ലീഗിനെ വിമർശിച്ചത് മുസ്ലിം സമുദായത്തെ എല്ലാം. മുസ്ലിം ലീഗാണല്ലോ ഇവിടുത്തെ തിരൂരിലെ നേർച്ച നടത്തണേ, അല്ലേ? ഒരു തുള്ളി വെള്ളം കിട്ടില്ല അത്രേ റമദാനിൽ. അതിന് കാരണം ആരെ? ലീഗാ? എന്തൊരു വർത്താനം അത്! പിന്നെ എന്തെല്ലാമാണ് പറഞ്ഞു കൂട്ടിയത്? പിന്നെ ഇയാൾ പുതിയൊരു മുന്നണി ഉണ്ടാക്കിയല്ലോ, നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളത് മാറ്റി നസ്രാണി എന്നാക്കി. മുസ്ലിം സമുദായത്തെ പേടിയാണ്. ഇയാൾ വായിന്ന് പറഞ്ഞതാ. മുസ്ലിം ലീഗിനെ പേടിയാണെന്നല്ല പറഞ്ഞത്, മുസ്ലിം സമുദായത്തെ പേടിയാണ്. എന്നിട്ടും ഈ CPI നേതാക്കളോടും മറ്റും ചോദിച്ചാലോ, ലീഗിനെയാണ് പറഞ്ഞത്. മുസ്ലിം സമുദായത്തെ പേടിയാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ പേടിയാണ് എന്ന രീതിയിലാണ് നമ്മൾ കേൾക്കേണ്ടത്. പല വാദപ്രകാരം ഞാൻ അതൊക്കെ പറഞ്ഞതറിയാം. ഇതൊക്കെ പറയുമ്പോഴും ഈ മൊയ്ലാമാർക്കൊന്നും ഇവർക്കെതിരെ ഉണ്ടാകുന്നില്ലല്ലോ. ഇവർ ഇവിടെ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്, ഇവിടെ കലക്കുകയാണ്. നല്ല രീതിയിൽ പോകുന്ന മദ്രസയും സംവിധാനവും ഒക്കെ ഉള്ള ഒരു സ്ഥാപനം അല്ലേ? ഒരു CIC അതൊരു വിദ്യാഭ്യാസ ഒരു സംവിധാനമാണ്. സമസ്തയ്ക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ പരിഹാര ശ്രമങ്ങൾക്ക് നിരവധി വട്ടം
പല ചർച്ചകളും നടന്നു. അവസാനം സമസ്തൻ്റെ ആവശ്യമായിരുന്നു അതിൻ്റെ സെക്രട്ടറി ആദിർശ്ശേരി ഉസ്താദ്, അദ്ദേഹത്തെ ആ പദവിയിൽ മാറ്റണം. സാദിഖലി തങ്ങളെ മുമ്പിൽ വെച്ച ഒരു നിർദ്ദേശമാണ്. സാദിഖലി തങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് സമസ്തയുടെ ആവശ്യം നടപ്പിലാക്കി കൊടുത്തു. അദ്ദേഹത്തോട് രാജിവെപ്പിച്ചു. പകരം ആരാക്കണം?